IPS ഉദ്യോഗസ്ഥയായ യുവതി തന്റെ ഭർത്താവിനെതിരെ വധശ്രമം, ലൈംഗിക പീഡനം, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം 15 കേസുകൾ നടക്കുന്നുണ്ടായിരുന്നു. വിവാഹമോചന കേസിന് പിന്നാലെ കുട്ടിയുടെ കസ്റ്റഡി കേസ് നടക്കുന്നതിനിടയിലാണ് പല കേസുകളും ഭർത്താവിനും ഭർതൃപിതാവിനുമെതിരെ ഉണ്ടായത്. നീണ്ടകാലത്തെ കേസുകൾക്കിടയിൽ ഭർത്താവ് 109 ദിവസവും ഭർതൃപിതാവ് 103 ദിവസവും ജയിലിൽ കിടക്കേണ്ടതായി വന്നു. ഇരുവരും തമ്മിലുള്ള നിയമയുദ്ധം ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലുമെത്തി. അവരുടെ മകൾ അമ്മയോടൊപ്പം താമസിക്കുന്നതിനും ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും വിസിറ്റിംഗ് റൈറ്റും അനുവദിച്ചിരുന്നു. കോടതി അവർക്കിടയിൽ നിലനിന്നിരുന്ന എല്ലാ കേസുകളും അവസാനിപ്പിക്കുകയും അതിലൂടെ കംപ്ലീറ്റ് ജസ്റ്റിസ് ഉറപ്പുവരുത്തുകയും ചെയ്തു. തനിക്ക് അലിമണി ആവശ്യമില്ല എന്ന് ഭാര്യ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് അവരുടെ ഡിവോഴ്സിന് ഉത്തരവ് നൽകുകയും ചെയ്തു. എന്നാൽ ഇക്കാലയളവിൽ ഭർത്താവും ഭർതൃപിതാവും കുടുംബവും അനുഭവിച്ച കഷ്ടനഷ്ടങ്ങൾക്ക് യുവതി മാപ്പ് പറയേണ്ടതുണ്ട്. അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊരു തരത്തിലും പരിഹാരമുണ്ടാക്കാനോ നഷ്ടപരിഹാരം നൽകാനോ കഴിയില്ല. ശാരീരികവും മാനസികവുമായ ആഘാതത്തിന് ധാർമ്മിക പരിഹാരമെന്ന നിലയിൽ പരസ്യമായി മാപ്പ് പറയേണ്ടതുണ്ടെന്ന് കോടതി. വെറുതെ മാപ്പ് പറഞ്ഞാൽ പറ്റില്ലെന്നും അതിലെ വാക്കുകൾ എങ്ങനെയായിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി പത്രങ്ങളിൽ നിരുപാധികം മാപ്പ് പറയുന്നത് പ്രസിദ്ധീകരിക്കണമെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ക്ഷമാപണം നടത്തണമെന്നും 3 ദിവസത്തിനകം ഉണ്ടാകണമെന്നും അത് കോടതിയെ ധരിപ്പിക്കണമെന്നും സുപ്രീം കോടതി.